നമസ്കാരം. പെൻഡ ഡെയിലി മാർക്കറ്റ് സമ്മറി റിപ്പോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. GDP വളർച്ചയിലെ ആവേശം ഇന്ന് വിപണിക്ക് നിലനിർത്താനായില്ല. നിഫ്റ്റി ഏതാണ്ട് 45 പോയിന്റ് മൈനസിൽ 24,579 ക്ലോസ് ചെയ്തത്. അതുപോലെ സെൻസെക്സ് 206 പോയിന്റ് മൈനസിൽ 80,157 ക്ലോസ് ചെയ്തു. 0.26% മൈനസ് ആയിട്ടാണ്. മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും അരശതമാനത്തിനടുത്ത് പ്ലസ് ആയിട്ട് ക്ലോസ് ചെയ്തു. കൺസ്യൂമർ, എനർജി, മീഡിയ, PSU ബാങ്ക്സ് ഒക്കെ പ്ലസിൽ വ്യാപാരം അവസാനിപ്പിച്ചപ്പോൾ ഹെൽത്ത് കെയർ, ഫാർമ, ഓട്ടോ ഒക്കെ നെഗറ്റീവിലാണ് ഇന്ന് അവസാനിപ്പിച്ചത്. അതുപോലെ തന്നെ താരിഫ് റിലേറ്റഡ് അൺസർട്ടനിറ്റി മാർക്കറ്റിൽ ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതേ തുടർന്നുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് തുടരുകയാണ്. ഒരു സെൽ ഓൺ റാലി എന്ന രീതിയിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ട്രംപിന്റെ ഭാഗത്തു നിന്നുള്ള പ്രഖ്യാപനം എങ്ങനെയാണ് എന്ന് തികച്ചും അൺപ്രഡിക്റ്റബിൾ ആണ്. അപ്പോൾ മിക്ക ഇൻവെസ്റ്റേഴ്സും അത്യാവശ്യം ഒരു പ്രോഫിറ്റ് കിട്ടിയാൽ ബുക്ക് ചെയ്യുന്ന രീതിയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. നാളെ ആരംഭിക്കുന്ന GST കൗൺസിൽ മീറ്റിംഗിലാണ് ഇനി മാർക്കറ്റിന്റെ പ്രതീക്ഷ. 40% വരുന്ന പ്രോഡക്റ്റുകളുടെ കാര്യത്തിൽ ഒരു പ്രത്യേകിച്ച് തീരുമാനമായില്ല. അത് അവ്യക്തത തുടരുന്നു. നാളെ വൈകുന്നേരത്തോടുകൂടി ഇതിന്റെ തീരുമാനങ്ങൾ നമുക്ക് അറിയാൻ കഴിയും. GST കുറയ്ക്കും എന്നുള്ള പ്രതീക്ഷ ഓട്ടോ സെയിൽസിൽ ഏതാണ്ട് 7% കുറവുണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയുടെ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് കുറയുന്നു എന്നുള്ള വാർത്തയുണ്ട്. ഇന്ത്യ ഇന്ന് F&O എക്സ്പയറിയാണ്. അതേ തുടർന്നുള്ള ഒരു വോളറ്റാലിറ്റി മാർക്കറ്റിൽ കണ്ടിരുന്നു. 24,750 വരെ പോയ വിപണി ക്ലോസ് ചെയ്തത് 24,579 ലെവലുകളിലാണ്. അതുകൂടാതെ US പ്രസിഡന്റ് പ്രഖ്യാപിച്ച താരിഫ് നിയമവിരുദ്ധമാണെന്നും ഇല്ലാത്ത അധികാരമാണ് പ്രയോഗിച്ചതെന്നും US അപ്പീൽ കോടതി വിധിച്ചതോടുകൂടി അത് സുപ്രീം കോടതിയിൽ അപ്പീൽ പോകാനും അവിടെ വിധി എതിരാകുകയാണെങ്കിൽ 1930 ഒരു താരിഫ് ആക്ട് പ്രകാരം മറ്റു രാജ്യങ്ങൾക്ക് മേൽ തീരുവ പ്രഖ്യാപിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് പ്രസിഡന്റ് ട്രംപ്. 5 മാസത്തേക്ക് 50% വരെ താരിഫ് പ്രഖ്യാപിക്കാൻ അധികാരം നൽകുന്നതാണ് ഈ നിയമം. അതുകൂടാതെ തന്നെ ഫാർമ ഏതാണ്ട് 200% തീരുവ പ്രഖ്യാപിക്കും എന്ന തരത്തിലുള്ള വാർത്തകളും ഒക്കെ വരുന്നുണ്ട്. ഇന്ന് രാത്രി അദ്ദേഹം മാധ്യമങ്ങളെ കാണും. ഉക്രൈൻ ഡീൽ, അതുപോലെ അദ്ദേഹത്തിന്റെ ഹെൽത്ത് ഇഷ്യൂ, അത്തരത്തിലുള്ള ഊഹാഭോഹങ്ങൾക്കും ഇന്ത്യയുടെയും ഈ ഷാങ്ഹായ് സമ്മിറ്റിനെ പറ്റിയുള്ള മീറ്റിങ്ങുകൾക്കൊക്കെ മറുപടി പറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഒരു വാർത്തയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങൾ. ഏഷ്യൻ മാർക്കറ്റുകൾ മിക്സഡായിട്ടാണ് ക്ലോസ് ചെയ്തത്. യൂറോപ്യൻ മാർക്കറ്റ് മിക്സഡായിട്ടാണ് ക്ലോസ് ചെയ്തത്. ഇന്നലെ US മാർക്കറ്റുകൾക്ക് അവധിയായിരുന്നു. ഇന്ന് US മാനുഫാക്ചറിങ് ഔട്ട്പുട്ടിനെ സംബന്ധിച്ചുള്ള ഡേറ്റ വരും. US ഫ്യൂച്ചേഴ്സ് ഇപ്പോൾ മൈനസിലാണ് ട്രേഡ് ചെയ്യുന്നത്. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. താങ്ക് യു.